നിങ്ങൾക്കറിയാം, ആം ആദ്മി പാർട്ടി തുടക്കത്തിലുണ്ടായത് ആൻറ്റി കറപ്ഷൻ മൂവ്മെൻ്റാണ്, ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ. ആ മൂവ്മെൻ്റാണ് ബേസിക്കലി മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയെ താഴെയിട്ടത്, BJP കയറി വരുന്നത്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും സോഷ്യൽ മീഡിയ പ്രോഡക്റ്റാണ്, അമേരിക്കൻ ആപ്പുകളുടെ പ്രോഡക്റ്റാണ് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും. ഇന്ത്യൻ മീഡിയ ഇതൊക്കെ കണ്ടിട്ട് പറഞ്ഞ സംഭവം ഇന്നലെ രാത്രിയിലുള്ള ഡിബേറ്റ് എങ്ങനെയായിരുന്നു? അതായത് പ്രക്ഷോഭകർക്കെതിരെ നടപടിയെടുക്കണം, ഇന്ത്യ ഗവൺമെന്റ് ഇടപെടുമെന്ന് പറഞ്ഞ വിഡ്ഢികൾ പറഞ്ഞു. കാരണം ഇന്ത്യയിലെ ഗോതി മീഡിയ പേടിച്ചു പോയി. എന്നിട്ട് നേപ്പാളിലുള്ള മീഡിയ ഇല്ലയോ, അത് ആലോചിച്ചോണം. അതായത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ, അതിൻ്റെ ഓഫീസുകളെല്ലാം അടിച്ചു പൊളിച്ച് ദൂരെ കളഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഇന്ത്യയിലെ അടുത്ത ഇന്ത്യയിലോട്ടാണ് വരാനുള്ള പോസിബിലിറ്റി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കണ്ടാണ് ശ്രീലങ്കയിൽ എന്താ ഉണ്ടായെന്ന്. അവിടെ സോഷ്യൽ മീഡിയ കൂടാണ് ഈ സംഭവം കയറി വരുന്നത്. അവിടുത്തെ ഗവൺമെൻറ് മീഡിയ മുഴുവനും, ഗവൺമെൻറ് മീഡിയ അവിടുത്തെ മറ്റുള്ള ചാനൽസ്, ന്യൂസ് പേപ്പർ എല്ലാം ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യും, ഗവൺമെൻറ്റിനെ പേടിക്കുക, ഗവൺമെൻറ് ആക്ഷൻ എടുക്കും. ഇത് തന്നെയല്ലേ ബംഗ്ലാദേശിലുണ്ടായത്? ബംഗ്ലാദേശ് ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന മീഡിയയ്ക്ക് മാത്രമേ പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തിട്ടുള്ളൂ. അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ എന്തെങ്കിലും, അവാമി ലീഗിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ആ മീഡിയ അടപ്പിക്കുമോ?